this is Nisha. Welcome back to my channel. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു അബ്സല്യൂട്ട് ഫേവറേറ്റ് വീഡിയോ ആണ്, ഡെക്കറേറ്റിംഗ് ക്രിസ്മസ് ട്രീ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൊല്ലം ഞാൻ ട്രഡീഷണൽ വേയിലാണ് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തത്, ഗോൾഡും റെഡ് കളറും ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ചും കൂടി കളേഴ്സൊക്കെ ആഡ് ചെയ്ത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാം നന്നായി വരും വിചാരിക്കണം. അപ്പോൾ ഞാൻ എവിടെ നിന്നൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതെന്നുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഓരോന്നും യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എവിടെ നിന്നൊക്കെയാണ് ഞാൻ ഓരോന്നും വാങ്ങിച്ചതെന്ന്. അപ്പം നമുക്ക് സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. സോ ക്രിസ്മസ് മ്യൂസിക് റെഡിയായി. അപ്പം ഞാൻ ട്രീ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഈസ്ന്ന് വാങ്ങിച്ച ട്രീ ആണ്. കഴിഞ്ഞ കൊല്ലം നമുക്ക് ഓഫറിൽ കിട്ടിയതാണ്. ഞാനിപ്പോൾ ആദ്യത്തെ സെക്ഷൻ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇത് ഓപ്പൺ ചെയ്യാണ്, ഓരോന്നായിട്ട്. അപ്പം ഇങ്ങനെ ഓരോ സെക്ഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ. ഇനി ഇതിൻ്റെ അടുത്ത സെക്ഷൻ വെക്കാൻ പോവാണ്. സോ ലൈറ്റ് ചുറ്റാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലൈറ്റ് ഓൺ ചെയ്തിട്ട് എല്ലാം ലൈറ്റും ഓൺ ആവുണ്ടോ നോക്കുക, എന്നിട്ട് നമ്മൾ ചുറ്റാൻ തുടങ്ങും. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ബ്രാഞ്ചിൽ ഇങ്ങനെ ചുറ്റി പോകണം, എന്നാലും നന്നായിട്ട് നല്ല ഭംഗിയിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് താഴെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചുറ്റി ഏറ്റവും മോളിലത്തെ ബ്രാഞ്ച് എത്തി. അപ്പോൾ അതിൽ ഞാനൊരു 2-3 ചുറ്റിയിട്ട് അങ്ങനെ ലൈറ്റ് ഫുള്ള് റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈച്ച് ബ്രാഞ്ച് എടുത്തിട്ട് നമ്മുടെ കയ്യിലൊരു 550 ലൈറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ കയ്യിലുള്ള ലൈറ്റ്സ് എല്ലാം വെച്ചിട്ട് മോസ്റ്റ്ലി നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഓർണമെൻറ്റ്സ് ഇടാൻ തുടങ്ങാം. ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്ലവർ വെച്ചിട്ടാണ്. ഇത് ഗോൾഡ് കളറാണ്. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ ഒരു 5 ഉണ്ട്. ഇത് ഞാൻ $+ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട് ഒരെണ്ണം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബെറീഡ് ഇതില്ലേ, ഇതും ഞാൻ $+ വാങ്ങിച്ചതാണ്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കട്ട് ചെയ്തിട്ട് ഓരോ എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇത് ഒറ്റ റോളായിട്ട് ചുറ്റുന്നില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കയ്യിലുള്ള ആ റെഡ് ബീഡ്സ് ഏകദേശം ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി വന്നില്ലേ, ഒരു ടച്ച് ഓഫ് റെഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഹോൾസ് ഇടാൻ തുടങ്ങാണ്. ഇത് ശരിക്കും പറഞ്ഞൊരു ഗ്ലാസിൻ്റെ ബോളാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതും വേറൊരു കളർ. ഇതിപ്പോൾ എന്താ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൗണിഷ് കളറാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ പ്രാവശ്യം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കളേഴ്സൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ഞാൻ ആഡ് ചെയ്തു, ഈ ഒരു കളർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. ഇതൊന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഡിഫറെൻറ്റ് കളേഴ്സ് ഞാനിങ്ങനെ സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിപ്പോൾ 2 ഉള്ളൂ ഈ വൈറ്റ്, പിന്നെ ഇതും 2, പിന്നെ ഇതൊന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ച് കാണുന്ന ആ ഒരു ഭാഗത്തിടാൻ പോവാണ്.
നെക്സ്റ്റ് ഞാൻ കുറച്ച് ഗോൾഡ് കളർ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ബോൾ ഞാൻ ഏസിന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഏസിന് ഒരു ഓഫർ പോകണ്ടായിരുന്നു, ക്രിസ്മസ് ഡെക്കേഴ്സിന് ഒരു 25% ഓഫ് പോകണ്ടായിരുന്നു. അപ്പം ഞാൻ വാങ്ങിച്ചാണ് ഈ ബോൾസൊക്കെ. നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് സിൽവർ കളറാണ്, ഗ്ലേസിങ് ഉള്ള ടൈപ്പ്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കളേഴ്സ് ആഡ് ചെയ്യാൻ പോണ്. അത് നമ്മുടെ ഈ ഒരു കളർ കണ്ടില്ലേ, ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഷാമ്പ്യൻ കളറ്, അത് ആഡ് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാ ഈ സ്നോ ഫ്ലേക്സിൻ്റെ ഷേപ്പിലുള്ളത്, ഇത് ഡൈസോ ജപ്പാൻ വാങ്ങിച്ചാണ്. ഇതിൻ്റെ സിൽവറും ഗോൾഡ് കളർ അവിടെ ഉണ്ടായിരുന്നത്, ഞാൻ സിൽവറാണ് ചൂസ് ചെയ്തത്. ഇനിയും ഇതുപോലത്തെ പൈൻ ഇതുണ്ട്, ഇതും ഡൈസോ ജപ്പാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ബാക്കി ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ ഇത് വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഏകദേശം നമ്മുടെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മളിതിലേക്ക് ക്രിസ്മസ് ട്രീയിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ അങ്ങനെ ഫുൾ ഇട്ടിട്ട് ചെയ്തില്ല, കുറച്ചൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ്, ഗോൾഡ്, സിൽവർ, പിന്നെ ഒരു സിഗ്നേച്ചറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറച്ച് വലിയ ബോൾസ് ആഡ് ചെയ്തു. പിന്നെ ഇതുപോലെ ഒരു വൈൻ കളർ ആഡ് ചെയ്തു. അങ്ങനെ പിന്നെ ഈ റെഡ് ബീഡ്സ് ആഡ് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും കുറച്ചും കൂടി കളർഫുള്ളായിട്ട് കുറേ കളേഴ്സൊക്കെ കയറ്റി ചെയ്തു. ഇനി നമ്മുടെ ടോപ്പിൽ ട്രീ ടോപ്പ് വെക്കണം, സ്റ്റാറാണ് വെക്കാൻ പോണത്. അത് കഴിഞ്ഞ പ്രാവശ്യം യൂസ് ചെയ്ത സെയിം തന്നെയാണ് ചെയ്യാൻ പോണത്. അപ്പം നമുക്ക് എൻ്റെ ക്രിസ്മസ് ട്രീ ഫുള്ള് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ പ്രാവശ്യം പറഞ്ഞ പോലെ കുറേ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തത്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ ക്രിസ്മസ് ട്രീയിൽ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫുൾ ക്രിസ്മസ് ട്രീ ഫുൾ ബ്രാഞ്ചസൊക്കെ ഓപ്പൺ ചെയ്ത് നല്ല ഫുള്ളാക്കി, പിന്നെ കുറേ ലൈറ്റ്സൊക്കെ റൗണ്ട് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസൊക്കെ കാണാം. പിന്നെ ഞാൻ നമ്മുടെ ഡൗണിൽ ഗിഫ്റ്റൊക്കെ വെച്ചിട്ട് അതും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ട്രീ സ്കേർട്ടും ഇല്ല, അപ്പോൾ ഞാൻ സാധാരണ ഒരു ഉണ്ടായിരുന്ന ക്ലോത്ത് വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ക്രിസ്മസ് ട്രീ ഫുൾ ഡെക്കറേഷൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ക്രിസ്മസിന് വേണ്ടി റെഡി ആവാമെന്ന് വിചാരിക്കണം. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇപ്പോൾ വീട്ടിലൊരു ചെറിയ ക്രിസ്മസ് ട്രീ ആണെങ്കിലും അത് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേകിച്ച് ഒരു ക്രിസ്മസ് വൈബ് കൊണ്ടുവരും. നല്ല ഫൺ ഫിൽ ആക്ടിവിറ്റി ആയിരിക്കും ഒരു ക്രിസ്മസ് ട്രീ ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പം ഞാൻ ലാസ്റ്റായിട്ട് ഈ ഒരു ഇത് ഞാൻ ഡോറിൽ ഹാങ് ചെയ്യാൻ പോവാണ്. ഇത് ഞാൻ ഐക്യന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഇതൊക്കെ ഞാനൊരു $+ വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ട് ഇതിൽ കുറച്ചും കൂടി ഒന്ന് കളേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ റാപ്പ് ചെയ്തു. പിന്നെ ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്, അപ്പോൾ അതും ഞാൻ ഇത് സെൻറ്ററിൽ ജോയിൻ ചെയ്യിപ്പിച്ച് ഇത് മൊത്തത്തിൽ ഞാൻ
ഫുള്ളായിട്ട് പോയിട്ട് ഹാങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ക്രിസ്മസ് ഡെക്കറേഷൻ ഫുൾ കംപ്ലീറ്റ് ആവും.